നമസ്കാരം സുഹൃത്തുക്കളെ, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നമ്മുടെ വാവാ മലയാളി ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. ഇത് നമ്മുടെ ജോർജിയൻ ട്രിപ്പ് സെക്കൻഡ് പാർട്ടാണ്. രാവിലെ നല്ല വിശപ്പായിരുന്നു. അത് കാരണം നമ്മുടെ ഗൈഡ് എന്ന് പറഞ്ഞായിരുന്നു നല്ലതായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിക്കോ, കുറേ ട്രെക്കിംഗ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് എടുത്തു. ഇച്ചിരി കഴിഞ്ഞ് നോക്കിയപ്പോൾ പ്ലേറ്റ് കാലിയായി, കംപ്ലീറ്റ് നമ്മളത് തിന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മുടെ ടൂർ തുടങ്ങി. ആദ്യം തന്നെ നമ്മളൊരു ചേർച്ചിൽ പോയി. അടുത്തുള്ള വഴിക്കുള്ളൊരു നമ്മുടെ ഒരു ചേർച്ചുണ്ട്, അവിടെ പോയി അവിടെ എല്ലാം കയറി ചർച്ചെല്ലാം കണ്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. അപ്പോൾ ഈ ഗൈഡ് നമ്മളെ പ്രത്യേകം ഈ 2 റിവേഴ്സായിരുന്നു ഇത് കാണിച്ചു നമ്മളെ. അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഒരു ബ്ലാക്ക് റിവറും ഒരു വൈറ്റ് റിവറും കൂടെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് അത് മിക്സ് ആവുന്നത്. ഒരിടത്ത് നോക്കുവാണെങ്കിൽ കാണാം, നമുക്ക് അവിടെ ഒരു ബ്ലാക്ക് റിവറുണ്ട്, അപ്പുറത്തെ സൈഡിലുള്ളത് വൈറ്റ് റിവർ. ഇത് രണ്ടും കൂടെ വന്ന് മിക്സ് ആവുന്ന ഒരു റിവറാണ്. നല്ലൊരു രസമുള്ള കാഴ്ച വരുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. ഇന്ന് നമ്മൾ ജോർജിയൻ പർവ്വതങ്ങളിലോട്ട് ആണ് പോകുന്നത്. നല്ല ഹൈറ്റുള്ള സ്ഥലങ്ങളാണ്. 2500 മീറ്റർ ഹൈറ്റുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മേളിലോട്ട് പോകുന്നിടത്തോളം തണുപ്പ് നല്ലതായിട്ട് കൂടുന്നുണ്ട്. അപ്പം ഗൈഡ് നമ്മളോട് പ്രത്യേകം ജാക്കറ്റൊക്കെ എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. നമ്മളതെല്ലാം എടുത്തിട്ടാണ് ഈ ഹൈറ്റിലോട്ട് പോകുന്നത്. അവിടെ വന്ന് ഒരു ഫസ്റ്റ് ലെവലിൽ പോയി നോക്കുക. നല്ല വിഷ്വൽസ് അവിടെ. നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കംപ്ലീറ്റ് താഴെ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. നല്ല തണുപ്പാണ്, നല്ല രസം. ദൂരെ കാണാൻ പറ്റുന്നു കൂടെ നിന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരും ഉണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പാരാഗ്ലൈഡിങ്ങും പല ആക്ടിവിറ്റീസ് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ആൾക്കാർ വളരെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. കോടമഞ്ഞ് ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നുണ്ട്. അത് കാണാൻ നല്ല രസമാണ്. അങ്ങനെ നല്ല ടെമ്പറേച്ചറാണ് അവിടെ, നല്ല തണുപ്പാണ്, നല്ല വിഷ്വൽസും കുതിരകളും അങ്ങനെയൊക്കെയുള്ള കുറേ കാണാൻ ഭംഗിയുള്ള കാര്യങ്ങളൂടെ ഉണ്ട്. നല്ല രസമാണ്. അപ്പോൾ നമ്മളിതിൻ്റെ മേളിലാണ് ഇപ്പോൾ ഉള്ളത്. അത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ താഴെ പോകണം. ഇവിടെ നിന്നുകൊണ്ട് കാണുന്ന ഈ മേളിൽ നിന്ന് കാണുന്നതെല്ലാം ആദ്യമേ നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ട് ആ താഴെ കാണുന്ന ചെറിയ വഴിയുണ്ടല്ലോ, ആ വഴി കൂടെ നമ്മൾ താഴോട്ട് പോകണം. അങ്ങനെ അതാണ് നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ പരിപാടി. അപ്പോൾ ആ വഴി കൂടെ അത് വലിയ ഇവിടുന്ന് കാണുമ്പം ചെറിയൊരു വഴി പോലെ തോന്നുന്നു. അത് കുറേ ഉണ്ട് താഴെ വരെ നടക്കാൻ. താഴെ വന്ന് നടന്ന് കുറേ നടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു വിഷ്വലാണ് ഈ കാണുന്ന. ആ താഴെ എത്തുമ്പോൾ നമ്മൾ ആ നദിയുടെ അടുത്ത് എത്തും. ചെറിയൊരു സ്ട്രീമുണ്ട്, അതിൻ്റെ ഒപ്പം അവിടെ കുറേ വാട്ടർഫോൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ആ വഴികളുടെ കൂടെ താഴോട്ട് ഇങ്ങനെ പോകണം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും. ഈ ജോർജിയൻ പർവ്വതങ്ങളുടെ ഇവിടെ നിന്ന് കാണുമ്പോൾ വളരെ ഭംഗിയാണ്, നല്ല രസമാണ് കാണാൻ. അത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത് ആ ചെറിയ വഴിയുണ്ടല്ലോ അവിടെ കൂടെ പോകുന്നത്, ആ വഴിയിൽ കൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോകാൻ. താഴെ എത്തുമ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഏറ്റവും അതിൻ്റെ താഴെ എത്തി. ഇനി ഫൈനൽ ആ മേളി നമ്മൾ മുമ്പേ ആ മേളിൽ നിന്നാണ് നോക്കിയത്. ആ സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ മുമ്പേ നോക്കിയത്. അവിടെ നിന്ന് നമ്മൾ താഴെ എത്തിയപ്പോൾ ഇനി താഴെ നമ്മൾ ആ വാട്ടർഫോൾ കാണാൻ വേണ്ടി പോകണം. ഇവിടെ നല്ല രസമാണ്. നല്ല കണ്ടോ, ഇതാണ് നമ്മൾ മേളിൽ നിന്ന് കണ്ട ആ സ്ട്രീം, വെള്ളത്തിൻ്റെ ചെറിയൊരു വാട്ടർഫോൾ കാണാം. ഇതാണ് ഇവിടെയുള്ള വാട്ടർഫോൾ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര പീസ്ഫുള്ളാണ്. നല്ല സൗണ്ടും നല്ല അറ്റ്മോസ്ഫിയർ അവിടെ. ഭയങ്കര ഫ്രഷ് എയർ ഇവിടുത്തെ. വളരെ നല്ല ഒരു ട്രെക്കിംഗ് പരിപാടിയാണ് ഇവിടെ ഉള്ളത്. മുകളിലോട്ട് നോക്കും കാണാൻ ഹൈറ്റ്, നല്ല ഹൈറ്റിൻ്റെ മുകളിലാണ് ഡയമണ്ട് ബ്രിഡ്ജ് ഉള്ളത്. അതിൻ്റെ താഴ്വശത്തിലാണ് നമ്മളിപ്പം. അപ്പോൾ ഇവിടെ എല്ലാം നല്ല വെള്ളം ഇങ്ങനെ പോകുന്ന കാണും.
വേണമെങ്കിൽ നമ്മൾ താഴെ ഇറങ്ങി ഒന്ന് കാല് നനയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. പലരും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളങ്ങനെ അധികം താഴെ ഇറങ്ങാനൊന്നും പോയില്ല. കാരണം വെള്ളം നല്ല വഴുക്കുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെയൊക്കെ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. അതുപോലെ നമ്മൾ മേളിൽ നിന്ന് നോക്കി ജസ്റ്റ് കാലം നനച്ചു കയറി വന്ന് നമ്മൾ. പക്ഷേ നല്ല ഏരിയ, നല്ല സൗന്ദര്യമുള്ള സ്ഥലമാണ്. ഭയങ്കര പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പതുക്കെ മേളിലോട്ട് പോകാനായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകും. വേറൊരു ചർച്ചിലും കയറി. ആ ചർച്ചിലും കയറി ഇന്ന് വൈകുന്നേരമുള്ളതായി. ഇപ്പോഴത്തെ സമയമായപ്പോഴത്തേനും അവിടെ കയറി നമ്മൾ പ്രാർത്ഥിച്ചു, വീഡിയോസ് ഒക്കെ എടുത്തു. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു പള്ളിയാണിത്. അവിടെ കയറി കഴിഞ്ഞതെല്ലാം കണ്ട് നമ്മൾ വൈകുന്നേരമായി. ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഡിന്നറിൻ്റെ സമയമായി. നമ്മളപ്പം ഡിന്നർ കഴിക്കാൻ വേണ്ടി ഈ പള്ളിയുടെ വിസിറ്റ് കഴിഞ്ഞ ഉടനെ നമ്മളിനി അടുത്ത ഡിന്നർ കഴിച്ചിട്ട് ഒന്ന് ഫ്രഷായിട്ട് വേണം പിന്നെ നമുക്കൊന്ന് പുറത്തു പോകാൻ. അപ്പോൾ അങ്ങനെ ഈ പള്ളി നല്ല പള്ളിയാണെന്ന് പറയും. നല്ല വർക്കുകളാണ് ഈ പള്ളിയിലുള്ളത്. കാണാൻ നല്ല സൗന്ദര്യമുള്ള പള്ളികളാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര പീസ്ഫുള്ളാണ്. നമ്മൾ അവിടെ വളരെ നേരം നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തുടർന്ന് അങ്ങനെ നമ്മൾ ആ ദിവസം അവസാനിപ്പിച്ചു. ഫൈനലി നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാം. ഇന്ന് ചിക്കൻ കട്ട്ലേറ്റും പിന്നെ മാഷ് പൊട്ടാറ്റോസും പിന്നെ അങ്ങനെയുള്ള ചില ഐറ്റംസൊക്കെയാണ് നമ്മൾ ഡിന്നർ ഇന്ന്. അങ്ങനെ വളരെ രസകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. എല്ലാം കൊണ്ടും നല്ല ഒരു പ്രകൃതി സൗന്ദര്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആസ്വദിച്ച് നല്ലൊരു ദിവസമായിരുന്നു. ഓക്കെ, കാണാൻ വീണ്ടും.